മാറാകട്ടെ. ഒരു വിശുദ്ധ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി 107-ാമത്തെ സങ്കീർത്തനം 16-ാമത്തെ വാക്യം. അവൻ താമ്ര കതകുകളെ തകർത്ത് ഇരുമ്പോരാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന വേദഭാഗമാണ്. എന്നാൽ ഇത് 5-ാമത്തെ പുസ്തകമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. 5-ാമത്തെ പുസ്തകം. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തന പുസ്തകങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്നതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ വിശുദ്ധ പ്രഭാതത്തിൽ പറയുന്നു, അവൻ താമ്ര കതകുകളെ തകർത്തു ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവജനം ഒരുമിച്ച് ശക്തമായി ദൈവത്തെ ആരാധിച്ച് ദൈവനാമത്തെ ഉയർത്തി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ ചിന്തിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായും ശക്തമായും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ഇടപെടുന്ന ഒരു ദൂത് നമുക്കൊന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. 45-2 പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര കതകുകളെ തകർത്തു ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ചില കഥകൾ നമുക്ക് അവിടെ അറിയാം. ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം, അഭിഷക്തനായിരിക്കുന്ന ഹോരശിനോട് ദൈവം അരുളി ചെയ്യുകയാണ്. തൻ്റെ ജനത്തിൻ്റെ നന്മകളും വാഴ്ത്തത്വങ്ങളും നിക്ഷേപങ്ങളും പിടിച്ച് അവരെ ഇരുട്ട് മുറിക്കകത്ത് അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞ ഇരുണ്ട സ്ഥലങ്ങളിൽ ഇരുളിനകത്ത് മൂടപ്പെട്ടിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ വാഴ്ത്തത്വങ്ങൾ ആ കാലഘട്ടത്തിൽ തൻ്റെ അഭിഷക്തനായിരിക്കുന്ന യോശുവ ഹോരശിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനിടയായി. സ്തോത്രം. കാരണം ഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ഹോവയാൽ നയിക്കപ്പെട്ട, ഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തിന് നിക്ഷേപങ്ങളെയും അവരുടെ നിധികളെയും സകലത്തെയും പുറത്തു കൊണ്ടുവരാൻ കാലഘട്ടങ്ങൾ കഴിയും മുമ്പേ തൻ്റെ ഭക്തനായിരിക്കുന്ന ഹോരശിനെ കർത്താവ് തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ ചിലത് തകർത്തുടയ്ക്കാൻ പോയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടുള്ളതല്ല. സ്തോത്രം. എന്നാൽ ഈ 107-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യം കൂടി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ ഹോവയോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിലവിളിക്കുക മാത്രമല്ല, ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട്. അപ്പോൾ കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നിലവിളികൾ ഉയരുമ്പോൾ, വേദനകൾ ഉയരുമ്പോൾ, പ്രതിസന്ധികൾ ഉയരുമ്പോൾ ഇതൊന്നും കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഇതിനകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് നിർത്തുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലമുണ്ട്. കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രയാസം വരുമ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞ് മാറ്റിക്കളഞ്ഞിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ലെന്ന്, അതിനകത്തും തൻ്റെ ജനത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. കേട്ടോ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്ലാനും പദ്ധതിയും ഇന്ന് പകൽക്കാലമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പകലിലെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നത് എങ്ങനെയാണ്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞെരുക്കങ്ങളും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ ഒരിക്കലും തകർത്ത് കളയുവാൻ സ്വർഗം ഇടയാക്കത്തില്ല. കാരണം അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ വലിയ പ്രസൻസ് വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കൂ. പ്രൈസ് ദി ലോർഡ്. അവൻ താമ്ര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ജനത്തിൻ്റെ നന്മകളെ പിടിച്ച് ഒതുക്കിക്കളയുന്ന സകല പൈശാചിക ശക്തികളെയും ദൈവം തന്നെ ഡയറക്റ്റായിട്ട് ഇറങ്ങി ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുമ്പോൾ ഇന്ന് പകലിൽ ശ്രദ്ധിക്കണമേ. ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. അത് ഇന്ന് പകൽക്കാലം ചില നന്മകൾ സ്തോത്രം ശത്രു പിടിച്ചൊതുക്കി വയ്ക്കുമ്പോൾ അതിനെ തിരിച്ച് തൻ്റെ ജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ
ദൈവത്തിന് ഇന്ന് പകൽക്കാലം മനസ്സുണ്ട്. സ്തോത്രം. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൂതിൻ്റെ ആഴം മനസ്സിലായവർക്കായി സ്തോത്രം. നമുക്കറിയാം, ആമേൻ, യെശയ്യാവിൻ്റെ പുസ്തകം 45 നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ജനത്തിൻ്റെ ആമേൻ ആ നന്മകൾ, ഇരുട്ടിനകത്തിരിക്കുന്ന നിക്ഷേപങ്ങളെ, ഗുപ്തനിധികളെ പുറത്തെടുക്കാൻ ആ കാലഘട്ടങ്ങളിൽ ആമേൻ സ്തോത്രം ഹോരേശിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ ഇരിക്കുന്ന, ഇരുട്ടിലിരിക്കുന്ന, അല്ലെങ്കിൽ നിനക്ക് പ്രാപിക്കാൻ കഴിയാതെ, നിനക്ക് കാണുവാൻ കഴിയാതെ ആമേൻ പിതാക്കന്മാരുടെ നന്മകളെല്ലാം ശത്രു തൻ്റെ പാളയത്തിനകത്ത് ആമേൻ കൊണ്ട് ഒതുക്കി വയ്ക്കുന്നു എങ്കിൽ ഇന്ന് പകലിൽ ദൈവം പറയുന്നു, സ്തോത്രം, അവർ എന്നോട് നിലവിളിച്ചത് കൊണ്ട് ആമേൻ അവൻ താമ്ര കതകുകളെ, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളയാൻ പോകുകയാണ്. ചില ഇരുമ്പോടാമ്പലുകൾ ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞ് ആമേൻ മനുഷ്യനെ അല്ലെങ്കിൽ ആത്മികനെ കെട്ടിയിടുന്ന ചില ഇരുമ്പഴികൾ അതിനകത്തുനിന്ന് കൊണ്ടുവരാൻ എൻ്റെ കർത്താവ് ചില ദൂതന്മാരെന്ന പോലെ ചിലരെ ദൈവം തൻ്റെ ആമേൻ സ്തോത്രം നിലവിളിയുടെ മുമ്പിൽ ഇറക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധമായ ദിവസം നിങ്ങളുടെ ആരാധിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആഴത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, എന്നാൽ യെശയ്യാവിൻ്റെ പുസ്തകം ആമേൻ 45:3 പറയുന്നു, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാമല്ലോ. അവൻ താമ്ര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ആമേൻ പകലിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിച്ചാട്ട് ഈ ഞായറാഴ്ച ദൈവം സർവ്വജനത്തെയും സൂക്ഷിക്കുന്ന വലിയ കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.